രാത്രി ഒരു ഊഞ്ഞാലാട്ടം, പൊള്ളി വൈബ്. അപ്പോൾ ഒരു ട്രിപ്പ് മുഖ്യം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് വണ്ടിയും വിളിച്ച് യാത്ര പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ അച്ഛനമ്മ ഇവരെല്ലാവരെയും ചേർത്ത് ഒരു ഫുൾ ഫാമിലി ട്രിപ്പ്. എൻ്റെ വൈഫ് ഹൗസ് ഒന്നും അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്, അമ്മയും അവിടെ നിന്ന് പാപ്പന്മാരെല്ലാവരും. പോകുന്ന വഴിക്ക് കുറച്ച് വെള്ളവും പരിപാടിയൊക്കെ മേടിക്കുക. പിന്നെ അറിയാമല്ലോ, ട്രിപ്പാണല്ലോ, മൂഡ്. അപ്പോൾ മൂഡിന് വരാൻ വേണ്ടിയുള്ള വെള്ളവും പരിപാടിയൊക്കെ മേടിച്ച് നേരെ നമ്മൾ പോകണം കേട്ടോ. കുതിരാൻ വൈബ് തന്നെ കേട്ടോ. അതിന് സൈഡിൽ ഇങ്ങനെ കോടയൊക്കെ മൂടി ഇങ്ങനെ നൈസാണ്. അപ്പോൾ കുതിരാൻ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ അതൊരു വേറൊരു വീഡിയോയിൽ വരാം. പോകുന്ന വഴിക്ക് നമ്മുടെ വൈഫ് ഹൗസിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ അമ്മയും പാപ്പന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്ന് വഴിതെറ്റി തിരിച്ച് വന്ന് പിക്ക് ചെയ്താണ് കേട്ടോ. എല്ലാവരെയും പിടിച്ചപ്പോൾ വണ്ടി ഫുൾ ഹാപ്പി. നമ്മൾ ഒരു വണ്ടി അങ്ങോട്ടെടുത്ത് പോവാണ്. പിന്നെ അവിടെ തെച്ചുവിൻ്റെ യാത്രക്കിടയിലുള്ള ഡാൻസ് പൊതുവായി ഇങ്ങനെയുള്ളതാണല്ലോ നാട്ടിൻപുറത്തൊക്കെ. പോകുന്നു, കാടിൻ്റെ മൂഡിലേക്ക് കയറുന്നു. കാടിൻ്റെ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സോളോ ട്രിപ്പ് പോയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, യൂറോപ്പിൻ്റെ കുറേ ട്രിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ സോ UK കാണുന്ന ആളുകൾക്ക് ആ ഒരു കാടിൻ്റെ ഫീൽ കിട്ടിയിട്ടുണ്ടാവും, ആ സൗണ്ട്. ഞാൻ അതുകൊണ്ട് അവിടെ കട്ട് ചെയ്താണ് എൻ്റെ വോയിസും. പിന്നെ അവിടെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലേ, സോറി ഗൈസ്. നമ്മൾ പോകുന്നത് അതിരപ്പള്ളിയിലാണ് കേട്ടോ. അതിരപ്പള്ളി വാഴച്ചാൽ. ഇത്രയും അടുത്തുള്ള സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ലോകം മുഴുവൻ കാണാൻ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ, ഞാൻ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലൊന്നും ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടൊന്നും അവിടെയുള്ള മൂത്രമൊഴിക്കുന്ന പോലുള്ള വെള്ളച്ചാട്ടം കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ വെള്ളച്ചാട്ടം അതിനൊക്കെ. പിന്നെ വേറെ നയാഗ്രയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, അവിടെയൊക്കെ നമ്മൾ പോയിട്ടില്ല, പോവും. പക്ഷേ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. പോട്ടെ വണ്ടി പോട്ടെ എല്ലാവരും പോട്ടെ. ഓരോരുത്തരായിട്ട് നമ്മളിതേ പോകുന്നു. ആദ്യം വാഴച്ചാൽ കാണാനായിട്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പണ്ടൊക്കെ ആദ്യമായിട്ടാണ് ഒക്കെ വാഴക്കടയിലുള്ള ഒരു ചാലാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോറി, ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോസിൽ കണ്ടിട്ട് പരിചയം മാത്രമേ ഉള്ളൂ വെള്ളച്ചാട്ടം. പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ വീണ്ടും വളരെ ഫാനായിപ്പോയി. വെറുതല്ല, ബാഹുബലിയൊക്കെ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്താ രസം, രക്ഷയില്ല. ആ വെള്ളം ഒഴുകൽ കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ വെള്ളം നമ്മൾ ഈ ദൂരെ നിന്ന് കാണുന്ന അത്ര അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു ഭയാനകമായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ട് നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക് കേട്ടാം. ഇവിടെ അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നുള്ളത്, നമ്മുടെ അതിരപ്പള്ളി. വെറുതെ അല്ലാട്ടോ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ വരുന്ന വെച്ചാൽ ജാതി വൈബ് വെള്ളച്ചാട്ടമാണ്. ഇവിടെ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് അത് ഫീൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ താഴത്തിറങ്ങിപ്പോയി, നല്ല മഴയും നനഞ്ഞു, മഴ നനഞ്ഞ് ഞാൻ താഴത്തിറങ്ങി. അത് വർത്തായിരുന്നു കേട്ടോ. പലരും എൻ്റെ കൂടെ ഇറങ്ങിയിട്ട് തിരിച്ചോടിപ്പോയി, അവർക്കൊന്നും വരാൻ പറ്റിയില്ല. ശരിക്കും ചിറപ്പുഞ്ചി മഴ നനഞ്ഞ് ഞങ്ങൾ അതിരപ്പള്ളി, ഞാൻ അതിരപ്പള്ളി കണ്ടു. ബാക്കി കൂടെ വന്ന ഒരാളും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല, അവർക്ക് പറ്റുന്നില്ല, മഴ. അപ്പം ഇവിടെ ഇട്ട വണ്ടി അപ്പോൾ വൻ തിരക്ക് ഇവിടെ കേട്ടോ. രക്ഷയില്ലാതെ തിരക്കാം. അതിരപ്പള്ളി നൈസ് വൈബ്. ഫസ്റ്റ് ടൈമാണ് അതിരപ്പള്ളി വരുന്നത്. രസമുണ്ട് വെള്ളച്ചാട്ടം കണ്ടിറങ്ങി. ഭയങ്കര വിശപ്പ്. ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്, എല്ലാവർക്കും ബിരിയാണി. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. ഒരു റിസോർട്ട് എടുത്തു കേട്ടോ. പുതിയതായിട്ട് പണിത റിസോർട്ടാണ് ഇത്. അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്, താഴെ ആണ് കേട്ടോ അതിരപ്പള്ളിയുടെ. ഹണിമൂൺ കോട്ടേജും പരിപാടികളൊക്കെ ആയിട്ട് ഏകദേശം 2 മാസം ആയിട്ടുള്ളൂ ഈ റിസോർട്ട് തുടങ്ങിയിട്ട്.
ഭയങ്കര അതിൻ്റെ ഇടയിലൂടെ ഇതൊരു ചെറിയൊരു അരുവി എല്ലാം ഒഴുകുന്നുണ്ട്. ഇതിലൊക്കെ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേ ആണ്. വൈകുന്നേരം കാണിച്ചു തരാം ഇവിടുത്തെ പൊളി വൈബുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫാമിലി ആയിട്ടൊന്നും പോയിട്ട് ഇങ്ങനെ ഒന്നും സ്റ്റേ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഊട്ടിയിലേക്ക് പോയൊരു ട്രിപ്പാണ് നമുക്ക് ഓർമ്മയുള്ളത് വർഷങ്ങൾ മുമ്പ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മളിന്നിവിടെ സ്റ്റേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മെയിൻ ഈ ഒരു എടുക്കാൻ തന്നെ കാരണം റിസോർട്ട് ഈ സ്വിമ്മിംഗ് പൂളാണ്. ഇതുപോലെ സ്വിമ്മിംഗ് പൂളൊന്നും ഇതേപോലെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൻപുറത്തെ കുളമാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൻ വൈബാണ്. രാത്രിയായപ്പോൾ ആ മൂടേ മാറി. നിങ്ങൾ കണ്ടില്ലേ, വൻ ലൈറ്റപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് റിസോർട്ട് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. സൈലൻ്റാണ്. ആരും എന്താ പറയുക, ഒരു നോയ്സ് പൊല്യൂഷൻ, നമ്മൾ നല്ല നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. താഴെ നല്ല അടിപൊളി കോട്ടേജും പരിപാടിയും കാര്യങ്ങളും എല്ലാം സെറ്റപ്പായിട്ട്. ആ ബാക്കിലുള്ള സീനറി കണ്ടില്ലേ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കളറ്, നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ആ കളറ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനെക്കാട്ടി അടിപൊളി ആണ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ 2-3 കോട്ടേജസ് ഉണ്ട്. ഫാമിലിയായിട്ട് വന്ന് ബഡ്ജറ്റായിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ പേരും വിവരങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റിങ് ഓപ്പണിംഗ് വീഡിയോക്കകത്ത് തന്നെ അതിൻ്റെ പേര് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. വന്യമൃഗങ്ങൾ, ആന പരിപാടികളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഒക്കെ പ്രോപ്പറായിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒരു BBQ പാർട്ടി ഉണ്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ ഫുഡ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ BBQ ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഒരു ഊഞ്ഞാലാട്ടം, പൊള്ളി വൈബ്. ഏകദേശം 2 മാസമായിട്ടുള്ളൂ ഈ റിസോർട്ട് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. അധികം ആരെയൊന്നും അറിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് അറിഞ്ഞ് വരികയാണെങ്കിലേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് അടിച്ച് പൊള്ളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ്. ഓക്കെ, ഞങ്ങളിവിടെ 4 റൂം ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റൂം ബുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രാത്രി കിളി പാറുന്ന വൈബ്, ആ കളറ് കണ്ട. ഓക്കെ, ഇപ്പോൾ താഴത്തെ തലങ്ങൾ ഇനി നമുക്ക് മേലെന്ന് പോയി കാണാം കേട്ടോ. മേലെ പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് വേറെ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കളർ എത്തണ്ട, നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്ത് പരിപാടിയൊന്നുമല്ല. അത് സ്വിമ്മിംഗ് പൂളിൻ്റെ കളറാണ്. ലൈറ്റൊക്കെ ചെയ്ത് അതിനകത്ത് വെള്ളത്തിറങ്ങി ഒരു വീട്ടിൽ ചില്ലായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബഡ്ജറ്റ്, ഭയങ്കര ദിവസം പൈസ പോയി അങ്ങനെ ഉണ്ടോ. ഇതിന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഉള്ളവർക്കുള്ള പ്രൊമോഷനും അങ്ങനെ പറയാം. പ്രൊമോഷൻ പോയതൊന്നും വേണ്ട, ഞങ്ങൾ പൈസ കൊടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും. സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഷെയർ ചെയ്തു ട്രിപ്പിലൂടെ പോവാം. കാട്ടിൽ നടുവിലുള്ള നമ്മുടെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അത് തന്നെ റെസ്റ്റോറൻറ്റ് ഇതൊന്നല്ല, ഇതിൻ്റെ തന്നെ ഒരു പരിപാടിയാണ്. കോട്ടയത്തിൻ്റെ താഴത്ത് അടിയിലേക്കാണ്. അതും നൈസ്. രാത്രി ഫുഡ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് കിട്ടും രാത്രി. പിന്നെ രാവിലെ തന്നെ അടിച്ച് ഇനി അരുവി കണ്ടിട്ട് നമ്മൾ അതിനകത്ത് കാര്യം വെക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഇതൊക്കെയാണ് ഒരു UK പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന സംഭവം. ഇതിൻ്റെ വെള്ളമാണോ നോക്കിയാൽ ഇവിടെ ഹണിമൂൺ കോട്ടേജും പരിപാടിയൊക്കെയാണ്. ചെറിയൊരു റിസോർട്ടാണ്. കുറച്ച് ഇപ്പോൾ തുടങ്ങിയിട്ട് 2 മാസമേ ആയുള്ളൂ. പൊളിയാണ്. റിസോർട്ട് മുതലാക്കണ്ടേ. സോ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ വെള്ളത്തേക്ക് ചാടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോരുത്തരായി
ആപ്പിൾ ലാൻഡ് സിറ്റി, ഇതാണ് ആ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. സോ ഇതിൻ്റെ രാത്രി വിഷ്വൽസ് ഞാനൊന്നും കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റപ്പൊക്കെ ചെയ്ത് അപ്പുറത്ത് ഹണിമൂൺ കോട്ടേജ്, ഇപ്പുറത്ത് ഫുഡിൻ്റെ പരിപാടി, രാത്രിയായി കഴിഞ്ഞാൽ അതിലെത്ത് ലൈറ്റപ്പ്, രക്ഷമുള്ളൊരു പരിപാടി അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളും കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങുന്നത് വേറെ വഴിയില്ല. നമ്മൾ ഏഴാറ്റുമുഖം ഒരു വെള്ളച്ചാട്ടം ഒരു ഒന്നും കണ്ടില്ല. നല്ല അത് നമ്മൾ നോർവേ പോയി കഴിഞ്ഞു, ഇല്ലത്ത് കണ്ട്, ഇല്ലത് കണ്ട്, പോളണ്ട് കണ്ട്, ഇറാഖ് കണ്ട്, ഇതൊക്കെ കഴിക്കും. ഈ സംഭവം കഴിക്കില്ല. അപ്പം ഞാൻ അങ്ങനെ ആരും കുറ്റം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥലം ഈ സ്ഥലങ്ങൾ നല്ല എക്സ്പ്ലോർ ചെയ്യും. ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോന്നായിട്ട് കണ്ടു തീർക്കും. ഓരോ യൂറോപ്പും മറ്റു രാജ്യങ്ങളും നോക്കുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായം, നല്ല സർവീസാണ്. ആൾക്കാരല്ല, ഞങ്ങൾ ഡീസന്റ് ആൾക്കാരാ. ഇത് പൊതുവെ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചായ പാക്കറ്റ് മൊത്തം കൊണ്ടുപോയിരുന്നു. നമ്മൾ ഏഴാറ്റുമുഖം പോകുന്ന വഴിക്കാട്ടോ. ഇത്ര നേരം നമ്മൾ ഒരു കാടിൻ്റെ വന്യത വേറൊരു മൂടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഫുൾ എണ്ണപ്പനത്തോട്ടം പരിപാടികൾ, കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പുലിയൊക്കെ ഇറങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ട്. ഫുൾ ഇലക്ട്രിക് ഫെൻസിങ്ങുകളും ആന വരാതിരിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങുകളൊക്കെയാണ് ഇവിടുത്തെ ഉള്ള ഗ്രാമങ്ങളുടെ ഇടയിൽ കിടക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പൊക്കെ എന്ത് എന്ന് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോവും. കാരണം ഇവിടുത്തെ കുറച്ചും കൂടി ജീവിത നിലവാരങ്ങളും ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഒരു രൂപഭാവങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ യൂറോപ്പൊന്നുമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ഏഴാറ്റുമുഖം കാണാം. വെച്ചോ പൂജാലാട് എടുക്കാൻ പറ്റില്ല. ഓഹോ കൊള്ളാം. ഏഴാറ്റുമുഖം തൂക്കുപാലം രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ടൂറിസത്തിന് സ്കോപ്പുള്ള രാജ്യം, ഇത്രയും ടൂറിസത്തിന് സ്കോപ്പുള്ള രാജ്യം വേറെ എവിടെ ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളെല്ലാം യൂറോപ്പിൽ പോയി യൂറോപ്യൻ രാജ്യങ്ങളെ പുകഴ്ത്തുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ രസമാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, തൂക്കുപാലമൊക്കെ നല്ലോണം കിടന്ന് ആടുന്നുണ്ട്. പിന്നെ ആ വെള്ളം രക്ഷയില്ല. സോ ഗൈസ്, കാണാം, ബൈ.